നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സിനിമാക്കാർ എത്ര ദിവസം വേണമെങ്കിലും വെറുതെ ഹോട്ടൽ റൂമിൽ കിടക്കും. പക്ഷെ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പാതിരാത്രി കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് വിട്ടോണ്ട് ഒരു കാർ കയറി കിടന്നങ്ങ് പോവും. മനുഷ്യനല്ലേ ഓടിക്കുന്നത്. ഞങ്ങൾ വാഗമണിൽ ഹരികുമാർ സാറിൻ്റെ ഒരു സീരിയലിന് ലൊക്കേഷൻ നോക്കാൻ പോയിട്ട് തിരിച്ചൊരു അംബാസഡർ കാറിൽ തിരിച്ചു വരികയാണ്. വാഗമണിലെ അറിയാലോ, കുത്തിറക്കമാണ്. ഞാനാണ് മുന്നിലിരിക്കുന്നത്, ബാക്കിൽ ഹരികുമാർ സാർ ഇരിപ്പുണ്ട്. ഇങ്ങനെ വന്ന് താഴേക്ക് വരുമ്പോൾ എന്തിനോ ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ ഡ്രൈവറെ നോക്കിയപ്പോൾ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രൈവർ ഉറങ്ങുകയാണ് പകല്. പെട്ടെന്ന് അയാളെ വിളിച്ചാൽ ചിലപ്പോൾ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സാറിന് കൈ കാണിച്ചു. സാറ് പുറകിൽ നോക്കുമ്പോൾ ഇയാൾ ഉറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം അയാളുടെ പേര് വിളിച്ചു, പതുക്കെ ഉണർത്തി അങ്ങോട്ട് ഒതുക്കിയിടാൻ പറഞ്ഞു. ഇട്ടിട്ട് 1 മണിക്കൂറോളം അയാളെ ഉറങ്ങാൻ പറഞ്ഞു. ഇല്ല സാർ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കണ്ണടച്ചുകൊണ്ട് വാഗമണ്ണ് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോവും ചില സന്ദർഭങ്ങളിൽ. ഉച്ചയ്ക്കൊക്കെ നല്ല ആഹാരമൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടൊക്കെ കാർ ഓടിക്കുമ്പോൾ തണുത്ത സ്ഥലവും കൂടി ആയതുകൊണ്ട് ഉറക്കം വരാം. മോണിഷ, ഞാൻ PR ആയിട്ട് വർക്ക് ചെയ്ത ചെപ്പടി വിദ്യ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നാണ് 2 ദിവസം വർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂർ പോയത്. അടിக்க തുടിக்க പോയില്ലേ ഇവർ ആരെല്ലാം ഇവിടെയെല്ലാം. ജഗദീഷ് കുമാർ ഒരു സെറ്റിൽ വർക്ക് കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയായാലും വിളിച്ചിട്ട് അടുത്ത സെറ്റിലേക്ക് പറക്കും. കണ്ടില്ലേ, വർഷങ്ങളായിട്ട് വീട്ടിൽ എന്താ പറയുക, പെട്ടുപോയി. ഇതുപോലെ അല്ലെങ്കിൽ പോലും ഒരു രാത്രി സഞ്ചാരത്തിൽ അപകടം പറ്റി നനച്ചിരിക്കാതെ പോയ ചെറുപ്പക്കാരനാണ് GA ലാൽ. GA ലാലിനെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സ്വപ്നം എന്ന് പറഞ്ഞ ഒരൊറ്റ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളെന്ന് പറഞ്ഞാൽ മതി. ആ സീരിയലിൽ കണ്ടിട്ടുള്ളവർ മറക്കില്ല. മാതൃഭൂമി പ്രൊഡ്യൂസ് ചെയ്ത ഏഷ്യാനെറ്റിൽ വന്ന സ്വപ്നം, KK രാജീവ് സംവിധാനം ചെയ്ത സീരിയൽ. നനച്ചിരിക്കാതെ ട്രെയിൻ യാത്രക്കിടയിലാണ് ലാൽ ഈ ലോകം വിട്ടുപോയത്. ലാലിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. GA ലാലിനെ കുറിച്ചുള്ള സ്റ്റോറിക്കായി ഞാൻ എൻ്റെ പുസ്തക ശേഖരങ്ങളിൽ പലതിലും പരതുമ്പോൾ എൻ്റെ മുന്നിൽ ലാലിൻ്റെ 4 ടെലിഫിലിമുകൾ, 4 അവാർഡുകൾ വാങ്ങിയതാണ് ടെലിഫിലിമുകൾ. അതിൻ്റെ തിരക്കഥ കറണ്ട് ബുക്സ് ഇറക്കിയതാണ്. അതിരിക്കുന്നത് കണ്ട് എടുത്ത് ഞാൻ കുറേ നേരം ആ പുസ്തകം വായിച്ചു. 4 തിരക്കഥകളാണ്. വിലോലം, ശീതക്കാറ്റ്, ആഴം, ഡിസംബർ മിസ്റ്റ്. 4 ടെലിഫിലിമുകൾ. മനോഹരമായ 4 ടെലിഫിലിമുകളായിരുന്നു എന്ന് പറയാം. വിലോലം സജി സുരേന്ദ്രനായിരുന്നു സംവിധാനം. 2002 മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും ഫിലിം ക്രിറ്റിക്സ് അവാർഡും നേടി. സൂര്യ TV-യിലാണ് വിലോലം സംപ്രേഷണം ചെയ്തത്. അൻസാർ ഖാൻ സംവിധാനം ചെയ്ത ടെലിഫിലിമായിരുന്നു ശീതക്കാറ്റ്. 2003 പിറ്റേ വർഷം 2003 മികച്ച ടെലിഫിലിമിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടി. ഇതും സൂര്യ TV-യിലാണ് വന്നത്. ആഴം സജി സുരേന്ദ്രൻ തന്നെ സംവിധാനം ചെയ്ത ടെലിഫിലിമായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച തിരക്കഥയ്ക്ക് ഉള്ള അവാർഡ് വിലോലവുമായി പങ്കിട്ടു. രണ്ടും ഈ പറയുന്ന GA ലാലിൻ്റെ ആണല്ലോ. അന്തർദേശീയ വീഡിയോ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആഴം. ഡിസംബർ മിസ്റ്റായിരുന്നു GA ലാൽ ആദ്യം എഴുതിയ ടെലിഫിലിം. ആദ്യമായിട്ട് എഴുതിയത് ഡിസംബർ മിസ്റ്റാണ്. കൈരളി TV-യാണ് സംപ്രേഷണം ചെയ്തത് 2001. മികച്ച കഥയ്ക്കും ടെലിഫിലിമിനുമുള്ള സംസ്ഥാന അവാർഡുകൾ നേടി. ക്രിട്ടിക്സ് അവാർഡും ഈ ടെലിഫിലിം നേടിയെടുത്തു. 2001 ആകാശത്തിലെ പറവകൾ എന്ന പരമ്പരയിലൂടെ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡും GA ലാൽ നേടിയെടുത്തു. കേരളകൗമുദിയുടെ പ്രസിദ്ധീകരണമായിരുന്ന വെള്ളി നക്ഷത്രം സിനിമ വാരികയിൽ സബ് എഡിറ്ററായി കുറച്ചു കാലം. ഹിറ്റുകളുടെ കഥ എന്ന ജനകീയ പങ്ക്തി തുടങ്ങുന്നത് ലാലായിരുന്നു വെള്ളി നക്ഷത്രത്തിൽ. നല്ല
ലേഖനങ്ങളായിരുന്നു. എങ്ങനെ ഒരു സിനിമ ഉണ്ടായി എന്നുള്ളതിൻ്റെ നമുക്ക് അറിഞ്ഞുകൂടാതെ പോയ പഴയകാല സിനിമകളുടെ ഹിറ്റായ സിനിമകളുടെ കഥയായിരുന്നു. ലാലിൻ്റെ മരണശേഷം അത് ലാല് വെള്ളിനക്ഷത്രം വിട്ട് തിരക്കഥാകൃത്തായി മാറിയപ്പോൾ പിന്നെ അത് ബീന ഏറ്റെടുത്തു. ബീന രഞ്ജിനി ഏറ്റെടുത്തു. സിനിമാ പത്രപ്രവർത്തകനായി ഷൂട്ടിംഗ് സെറ്റുകളിൽ പോയ അനുഭവങ്ങളിൽ നിന്നും തിരക്കഥയുടെ ലോകത്തേക്ക് ലാലെത്തി. സിബി മലയിലിൻ്റെ ദിലീപ് ചിത്രമായ നീ വരുവോളം എഴുതിക്കൊണ്ടാണ് തുടക്കമിട്ടത്. അടിവാരം, നാലാംകെട്ടിലെ നല്ല തമ്പിമാർ, ചിത്രത്തൂണുകൾ, സത്യമേവ ജയതേ 5 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. ടെലിഫിലിമുകൾ നേടിക്കൊടുത്ത പ്രശസ്തി സീരിയലുകളുടെ തിരക്കഥകൾ എഴുതാനുള്ള ഓഫർ നൽകി. അങ്ങനെയാണ് മാതൃഭൂമിക്ക് വേണ്ടി, അക്കാലത്ത് മാതൃഭൂമി ചാനൽ തുടങ്ങിയിട്ടില്ലല്ലോ, മാതൃഭൂമിക്ക് വേണ്ടി എഴുതിയ സ്വപ്നം വലിയ പേര് ആ സീരിയലുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, മാതൃഭൂമി അടക്കം എല്ലാവർക്കും വലിയ പേരുണ്ടാക്കി കൊടുത്ത നിലവാരമുള്ള സീരിയലായിരുന്നു. 144 എപ്പിസോഡുകൾ ലാല് സ്വപ്നത്തിൻ്റെ തിരക്കഥ എഴുതി വലിയ പേരുണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും. ലാലിനും പേര് കിട്ടി, കെ രാജീവിനും പേര് കിട്ടി, അതിൽ അഭിനയിച്ച പ്രവീണയും ശ്രീവിദ്യയും അടക്കമുള്ളവർക്ക് പേര് കിട്ടി, അനൂപ് മേനോന് പേര് കിട്ടി, സുരേഷ് കൃഷ്ണയ്ക്ക് പേര് കിട്ടി. വലിയ പ്രശസ്തമായ പരമ്പരയായിരുന്നു. ലാല് മരിച്ച ശേഷം വേറൊരുത്തൻ അതിൻ്റെ ബാക്കി എഴുതി. നമ്മൾ മറവിയുള്ളവരാണല്ലോ. ഇപ്പോൾ അവനെ ഇൻ്റർവ്യൂ ചെയ്താൽ അവൻ പറയും സ്വപ്നം ഞാൻ എഴുതിയ തിരക്കഥയാണ് എന്ന് പറയും. 144 എപ്പിസോഡ് മനോഹരമായി എഴുതി ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ലാല് പോയത്. അതിൻ്റെ ബാക്കി തട്ടിക്കൂട്ടിയേ ഉള്ളൂ രണ്ടാമത് വന്നവൻ. ഡിസംബർ മിസ്റ്റ് എന്ന് പറഞ്ഞ ടെലിഫിലിം ഉണ്ടാക്കാനുള്ള ത്രെഡ് കിട്ടിയത് എവിടെയെന്ന് ലാല് പറഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച വൈകുന്നേരം പാളയത്തിലൂടെ വെറുതെ കറങ്ങി നടന്നപ്പോൾ കണ്ണറിയാതെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുറ്റത്തേക്ക് പാഞ്ഞു. യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അയാൾ. അപ്പോൾ ജഗതിയിലാണ് ലാലിൻ്റെ വീട്. ഒരു കൊച്ചു വഴി ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോണം. ഞാൻ ലാല് മരിച്ചപ്പോൾ അവിടെ പോയി. ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് കയറിക്കളയാമെന്ന് തോന്നി. വിജനമായ ഗ്രൗണ്ടിലൂടെ ഓരോന്ന് ഓർത്തുകൊണ്ട് കുറച്ചു നേരം ചുറ്റിത്തിരിഞ്ഞു. പഠിച്ചിറങ്ങിയ കലാലയമല്ലേ, ഒരുപാട് ഓർമ്മകൾ കാണുമല്ലോ. അപ്പോഴാണ് ലാലിനെ ഒരു സ്ത്രീ വിളിക്കുന്നത് കേട്ടത്. ലാലിൻ്റെ ജൂനിയറായി പഠിച്ച ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേ ലാലിന് ഓർക്കാൻ കഴിഞ്ഞു അതാരാണെന്ന്. അവൾ ഇന്നൊരു കുടുംബിനിയാണ്. പാളയത്ത് ബസ് കാത്തു നിൽക്കുമ്പോൾ ഞാൻ ഈ ലാല് കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്നത് ആ പെൺകുട്ടി കണ്ടു. അങ്ങനെയാണ് ഓടി വന്നത്. സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പതറുന്നത് ലാല് ശ്രദ്ധിച്ചു. സുഖമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയതെന്ന് ലാലിന് തന്നെ ഓർമ്മയില്ല. അവളുടെ മനസ്സ് വളരെയധികം അസ്വാസ്ഥ്യപ്പെടുന്നു എന്ന് ലാലിന് മനസ്സിലായി. അവൾ പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് ചോദിക്കാൻ മറന്ന പോലെ ലാലിന് തോന്നി. പാളയം ബസ് സ്റ്റോപ്പിലേക്ക് ലാല് വേഗം നടന്നു അവളെ വീണ്ടും കാണാൻ. പക്ഷേ അവളെ കാണാൻ കഴിഞ്ഞില്ല. പാളയം മാർക്കറ്റിലും പരിസരത്തുമൊക്കെ കുറച്ചു നേരം ലാല് ആ പെൺകുട്ടിയെ അന്വേഷിച്ച് നടന്നു. അവളപ്പം തന്നെ കിട്ടിയ ബസ്സിൽ കയറി എന്നാണ് പിന്നീട് ലാലിന് മനസ്സിലായത്. ഡിസംബർ മിസ്റ്റ് എന്ന ടെലിഫിലിമിൻ്റെ കഥാരൂപം ലാലിൻ്റെ മനസ്സിൽ ചേക്കേറുന്നത് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ജഗതി കൊച്ചാർ റോഡിലെ അനിരുദ്ധിൻ്റെയും ഇന്ദിരയുടെയും മകനായി 1966 ഏപ്രിൽ 22 ലാലിൻ്റെ ജനനം. ഭാര്യ AS അജിത, റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥയായിരുന്നു കോട്ടയത്ത്. മഞ്ജുവും ഗുരുവും സഹോദരങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ. ബാക്കി എല്ലാവരും അച്ഛനും അമ്മയും എല്ലാം മരിച്ചു. സ്വപ്നം എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയുടെ സീരിയലിന് ഈ നെയ്പരുത്താപ്പത്തിന് രുചിക്കുറവുണ്ടാവില്ലല്ലോ എന്ന് പറയും പോലെ മാതൃഭൂമി പ്രൊഡ്യൂസ് ചെയ്തതായതുകൊണ്ട് അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ പറയുന്ന എല്ലാവരും സമ്മതിച്ചു കൊടുക്കും. എത്ര രൂപ ചിലവാക്കാനും മടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്നം കേരളത്തിൽ പലയിടത്തായാണ് ചിത്രീകരിച്ചത്. അതിൻ്റേതായ ക്വാളിറ്റി ആ പരമ്പരയ്ക്കുണ്ടായിരുന്നു. ഒരു സിനിമ കാണുന്ന പോലെ കണ്ടിരിക്കാമായിരുന്നു. GK പിള്ള എന്ന പഴയകാല നടനെ അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് മലയാളിയുടെ ജനപ്രിയ നടനാക്കി മാറ്റിയ പരമ്പരയായിരുന്നു
GA ലാൽ എഴുതി KK രാജീവ് സംവിധാനം ചെയ്ത സ്വപ്നം എന്ന് ഞാൻ പറയും. ശ്രീവിദ്യയും പ്രവീണയും അടക്കം ശ്രദ്ധേയരായ പരമ്പര. അനു മേനോനും സുരേഷ് കൃഷ്ണയും നായകന്മാരായി. സ്വപ്നത്തിൻ്റെ ചിത്രീകരണത്തിനായി എറണാകുളത്ത് പോയ ക്രൂവിനൊപ്പം GA ലാലും പോയി. സ്ക്രിപ്റ്റ് എഴുതണമല്ലോ, അപ്പോൾ എഴുതി കൊടുത്ത് ചൂടപ്പം പോലെയല്ലോ ചിത്രീകരിക്കുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി വൈകിയുള്ള ട്രെയിനിൽ സംവിധായകനും മറ്റ് പരിവാരങ്ങളും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങി. എസ് ജനാർദ്ദനൻ, സീരിയൽ രംഗത്തെ പ്രശസ്തനായ എസ് ജനാർദ്ദനൻ ഒരു കാലത്ത് ആധുനിക നാടകത്തിൻ്റെ വക്താവായിരുന്നല്ലോ. എസ് ജനാർദ്ദനൻ, ജോബി മുതലായവരുമായി നാടകത്തിലും മിമിക്രിയിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ GA ലാലിന് ഒരു ശീലങ്ങളും ഇല്ലായിരുന്നു. അതാണ് സത്യം. സിനിമാ പ്രസിദ്ധീകരണത്തിലും സിനിമയിലും പിന്നെ പരമ്പരയിലും ഒക്കെ ആയപ്പോൾ വഴിതെറ്റിയെന്ന് ഞാൻ പറയും. ആരെയും വഴിതെറ്റിക്കുമല്ല സിനിമ. ഫ്രീ ആയിട്ട് കിട്ടിയ ആസിഡ് കുടിക്കാമെന്ന് പറയും പോലെ, എന്തോന്നടേ നീയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ വല്ലതും എടുത്ത് കഴിക്കുക, തലയിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കും. ഒരു തൊഴിൽ സഞ്ചിയിൽ എഴുതിയ പേപ്പറുകളുമായി മൂകാംബിക കുറിയൊക്കെ ഇട്ട് ഭൂമിക്ക് നോവാത്ത വണ്ണം റോഡിൻ്റെ ഓരം പറ്റി നടന്ന് വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൻ്റെ മുന്നിലെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി സ്റ്റാച്യൂവിൽ ഇറങ്ങിയിട്ട് മിക്കവാറും അവിടുന്ന് പേട്ട വരെ ഈ സഞ്ചിയും തൂക്കി കേരളകൗമുദിയുടെ ഓഫീസ് വരെ നടക്കുന്ന ശീലമായിരുന്നു ലാലിനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് എഴുതിയ മാറ്ററുകളെല്ലാം കൊടുത്തിട്ട്, വെള്ളിനക്ഷത്രത്തിൽ പ്രസാദ് ലക്ഷ്മണന് എഴുതിയ മാറ്ററുകളെല്ലാം കൊടുത്തിട്ട് മടങ്ങുന്ന മര്യാദക്കാരനായ GA ലാലിനെ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് സെറ്റുകളിൽ കവർ ചെയ്യാനായി വന്നാൽ അപരിചിതരോട് കയറി പരിചയപ്പെടാനുള്ള ജാള്യതയിൽ ഒതുങ്ങി നിന്നിരുന്ന GA ലാലിന് എനിക്ക് നല്ല പരിചയമുണ്ട്. നിങ്ങളൊരു സിനിമ പത്രപ്രവർത്തനാവുന്നെങ്കിൽ ഈ ഒളിച്ചു നിൽക്കൽ ഒരു ഗുണം ചെയ്യില്ല എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ ഒരു 5 സെക്കൻഡ് ഇങ്ങനെ ഷാർപ്പായിട്ട് നോക്കി നിന്നിട്ട് ട്യൂബ് ലൈറ്റ് കത്തുന്നത് പോലെ ഒരു ചിരി ചിരിക്കും. അത് ലാലിൻ്റെ ഒരു ബ്രാൻഡായിരുന്നു. ഉച്ചത്തിലേ ചിരിക്കുള്ളൂ, ഒരൊറ്റ ചിരിയിരിക്കും. ആദ്യം ഷാർപ്പായിട്ട് എന്നെ ഇങ്ങനെ നോക്കും, ഒരു 5 സെക്കൻഡ് എന്നെ പഠിച്ചിട്ട് ഒരൊറ്റ ചിരിയിരിക്കും. പാവം. ആ ലാല് സിനിമ പത്രപ്രവർത്തന കുപ്പായം ഊരി വെച്ച് തിരക്കഥാകാരനായപ്പോൾ പതിയെ പതിയെ മാറി വരുന്നതും എനിക്കറിയാമായിരുന്നു. സ്വപ്നത്തിൻ്റെ എറണാകുളത്ത് മട്ടാഞ്ചേരിയിലെ ചിത്രീകരണം പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് സംവിധായകനോടൊപ്പം രാത്രി വണ്ടിക്ക് തിരിക്കുമ്പോൾ നല്ല തിരക്കഥ സീരിയലിനായി എഴുതുന്നതിൻ്റെ സന്തോഷത്തിലാകണം, നല്ല ലഹരിയിലായിരുന്നു ട്രെയിനിൽ കയറിയത്. AC-യുടെ തണുപ്പിൽ സുഖമായി ഉറങ്ങിയോ എന്നെനിക്കറിയില്ല. എപ്പോഴോ മൂത്രമൊഴിക്കാൻ താഴെ ഇറങ്ങി, നടന്ന് ടോയ്ലറ്റിൻ്റെ വാതിൽ തുറന്നു. അവിടെ കഴിഞ്ഞു ഒരുപാട് ഭാവിയുണ്ടായിരുന്ന ആ തിരക്കഥാകാരൻ്റെ സീൻ. ഇതാണ് യാഥാർത്ഥ്യം. ടോയ്ലറ്റിൻ്റെ വാതിലാണെന്ന് കരുതി പുറത്തേക്ക് തുറക്കാനുള്ള വാതിൽ കണ്ടപ്പോൾ തോന്നിയിരിക്കാം ഇത് ടോയ്ലറ്റിൻ്റെ വാതിലാണെന്ന് തോന്നിയിരിക്കാം. AC-യുടെ തണുപ്പും രാത്രിയുടെ നേർത്ത വെളിച്ചവും ഉള്ളിൽ കിടക്കുന്ന ലഹരിയും കൂടി വേഗത്തിലോടുന്ന ട്രെയിനിൽ നിന്ന് ആ പ്രിയപ്പെട്ട തിരക്കഥാകാരനെ അല്ലെങ്കിൽ ആ നല്ല മനുഷ്യനെ ദൂരേക്ക് തെറിപ്പിച്ചതാകണം. ട്രെയിനിനെ GA ലാല് സ്നേഹിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വപ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ GK പിള്ള അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് കറുത്തച്ഛൻ എന്നാണെന്ന് എൻ്റെ ഓർമ്മ. കറുത്തച്ഛൻ. അയാളുടെ ശിഷ്യൻ്റെ വേഷം ചെയ്തത് കാൽഡി ജയനായിരുന്നു. കാൽഡി ജയൻ ചെയ്ത ശിഷ്യൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നേത്രാവതി എന്നായിരുന്നു. ഒരു ട്രെയിനിൻ്റെ പേരല്ലേ നേത്രാവതി. GK പിള്ളയുടെ ഘനഗംഭീരമായ ശബ്ദത്തിൽ നേത്രാവതി എന്നൊക്കെ വിളിക്കുന്നത് ആ സീരിയലിൽ ഒരുപാട് പുതുമയുണ്ടാക്കിയതാണ്. അതുപോലെ തിരുവനന്തപുരത്ത് കരമന പാലത്തിൻ്റെ താഴേക്കുള്ള വഴി എന്തോ ശാസ്ത്രി നഗരം എന്തോണ്, ആ നഗരത്തിൽ കുറച്ച് ദൂരം പോയ ഒരു സ്ഥലത്തായിരുന്നു പ്രധാന ലൊക്കേഷൻ. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ലൊക്കേഷൻ്റെ മുറ്റത്ത് ക്യാമറ വെച്ചാൽ തിരുവനന്തപുരം നാഗർകോവിൽ കന്യാകുമാരി റൂട്ടിലോടുന്ന ട്രെയിനുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ട്രെയിൻ വരുന്ന സമയം കണക്കാക്കി അതിലെ വൈഡ് ഷോട്ടുകളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രെയിൻ ഒരു മുഖ്യ കഥാപാത്രമാണ് ഈ സ്വപ്നം എന്ന് പറഞ്ഞ സീരിയലിൽ. അന്ന് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും. എത്ര സമയം ക്ഷമയോടെ കാത്തിരുന്നിട്ടായിരിക്കണം KK രാജീവ് ഈ സീൻ ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു
പോർട്ട് എക്സിക്യൂട്ടീവോ മാനേജറോ ആരെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും. എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്കുള്ള അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്കുള്ള അല്ലെങ്കിൽ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ പുറപ്പെട്ടു എന്ന് വിളിച്ച് പറയുമ്പോഴായിരിക്കും അവർ ഫ്രെയിമെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ട്രെയിൻ ഫ്രെയിമിലേക്ക് എത്തുമ്പോൾ സീൻ ഓപ്പൺ ചെയ്യും. ഭയങ്കര നല്ല രസമായിട്ട് ചെയ്തതാണ്. ഈ സീരിയൽ കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തും ഞാൻ ആ റോഡെ പാപ്പനംകോട്ട് നിന്ന് ഇറങ്ങിയിട്ട് ഈ റോഡെ മനഃപൂർവ്വം വരും. കാരണം സ്വപ്നം ഷൂട്ട് ചെയ്ത ആ ഫ്രെയിമുകളൊന്നുകൂടി ഓർക്കാൻ വേണ്ടി. ഞാൻ വെറുതെ പറയുകയല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അത് നന്നായിട്ട് രാജീവ് ചിത്രീകരിച്ചു അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, GK പിള്ള അവതരിപ്പിച്ച കറുത്തച്ഛൻ്റെ ശിഷ്യൻ്റെ പേര് നേത്രാവതി എന്നാണ് ഇട്ടിരിക്കുന്നത്. ട്രെയിനിൽ നിന്നും GA ലാല് വീണു മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഓടിയത് സംഗീത സംവിധായകൻ ജോൺസൺ മാഷായിരുന്നു. ജോൺസൺ മാഷ് ഈ പറഞ്ഞതുപോലെ തന്നെ മദ്യത്തിൽ അർമാദിച്ചു കളഞ്ഞ ഒരു മനുഷ്യനാണ്. കൺസോളിൽ ഇരുന്ന് അടിക്കുമെന്ന് പറഞ്ഞാൽ യേശുദാസ് അറിഞ്ഞാൽ അപ്പോൾ ഇറക്കി വിടും. ദാസേട്ടൻ പാടുമ്പോൾ പോലും ദാസേട്ടൻ അറിയുന്നില്ല കൺസോളിൽ കുപ്പിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് ഒരു പുതിയ സിനിമയുടെ പാട്ടിൻ്റെ കമ്പോസിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ലഹരിയിൽ കൂടുതൽ ലഹരി അകത്താക്കിയിരിക്കാം. എന്നിട്ട് മദ്രാശിയിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കയറി. അപ്പോഴാണ് കൂട്ടിന് ഒരാളെ കിട്ടിയത്, മറ്റൊരു സംഗീത സംവിധായകനായ മോഹൻ സിത്താരയെ. ഒരുപാട് സംസാരിച്ചിരുന്ന ജോൺസൺ നല്ല ഫോമിലായിരുന്നു. ഇടയ്ക്കെപ്പോഴോ മൂത്രമൊഴിക്കാനായി എണീറ്റ് പോയി. പകലാണ് ഇത്, രാത്രിയല്ല. മൂത്രമൊഴിക്കാൻ പോയ ആൾ തിരിച്ച് സീറ്റിലേക്ക് വരാതായപ്പോൾ മോഹൻ സിതാര അന്വേഷിച്ചു പോയി. അവിടെ എങ്ങും ജോൺസൺ മാഷില്ല. എന്തോ പന്തികേട് മണത്ത സിതാര ട്രെയിൻ വലിച്ചു നിർത്തി, ചങ്ങല പിടിച്ച് നിർത്തി. വിവരം TT അറിയിച്ചു. ദേശീയ അവാർഡൊക്കെ വാങ്ങിയ മിടുമിടുക്കനായ ദേവരാജ ശിഷ്യനല്ലേ. ട്രെയിൻ പുറകോട്ടോടിച്ചു. കുറേ ദൂരം ചെന്നപ്പോൾ ഈ ധൃതരാഷ്ട്ര ശരശയിൽ കിടക്കുന്നത് പോലെ കട്ടക്കാര മുള്ളിൻ്റെ പുറത്ത്, മുൾച്ചെടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത്, ഈ മുൾച്ചെടികളുടെ പുറത്ത് ബോധമില്ലാതെ ജോൺസൺ മാഷ് കിടക്കുകയാണ്. മുള്ള് ദേഹമാസകലം മുള്ള് കുത്തിക്കയറി അതിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിഞ്ഞ് പക്ഷെ പുള്ളിക്ക് വേദനയൊന്നും അറിയുന്നില്ല, ബോധവുമില്ല, കിടക്കുകയാണ്. അവിടുന്ന് പണിപ്പെട്ട് എടുത്ത് ട്രെയിനിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. ബോധം വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ തിരക്കി. അപ്പോൾ പോലീസുകാരും ഒക്കെ നിൽപ്പുണ്ട്. പുള്ളി ഒന്ന് ആലോചിച്ചു, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഡോറിൻ്റെ അവിടെ നിൽക്കായിരുന്നു, ആരെ പുറകിൽ നിന്ന് ഒരൊറ്റ തള്ള് എന്നാണ് ജോൺസൺ മാഷ് ആദ്യം പറഞ്ഞത്. ഞാൻ തെറിച്ച് പോയി മുള്ളുകളുടെ പുറത്ത് വീണു. ഡോക്ടേഴ്സും പോലീസും ഒക്കെ മോഹൻ സിത്താരെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. കാരണം മാഷിനെ തള്ളിയിട്ടിട്ട് ആ സീറ്റ് കയറിയിരിക്കാൻ ശ്രമിച്ച വൃത്തികെട്ടവനെ എന്നായിരുന്നു ആ നോട്ടം. എന്നോട് മോഹൻ സിത്താര പറഞ്ഞാണ്. അങ്ങനെയായിരുന്നു നോട്ടം. മോഹൻ സിത്താര ശരിക്കും പറഞ്ഞാൽ ചൂളിപ്പോയി. കാരണം ചെയ്തിരിക്കുമെന്നല്ലേ ആൾ വിചാരിക്കും. പട്ടാപ്പകല് ടോയ്ലറ്റിൻ്റെ വാതിലെന്നും പറഞ്ഞ് പുറത്തേക്കുള്ള വാതിൽ തുറന്നതോ പോട്ടെ, പാവ മോഹൻ സിത്താരെ ചതിയനുമാക്കി. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജോൺസൺ മാഷ് തന്നെ ഈ കഥ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അപ്പോൾ മോഹൻ നിന്ന നിൽപ്പൊന്ന് കാണണമായിരുന്നു അത്രേ എന്നാണ് ജോൺസൺ മാഷ് പറയുന്നത്. കടുത്ത മദ്യപാനിയായി മാറിയില്ലായിരുന്നെങ്കിൽ ഇന്നും ജോൺസൺ മാഷിൻ്റെ പശ്ചാത്തല സംഗീതം നമുക്ക് കേൾക്കാമായിരുന്നു. മദ്യം വരുത്തിയ വിനയെന്നോ രക്തസാക്ഷിയെന്നോ പറയാം. GA ലാല് ട്രെയിനിൽ നിന്നും വീണു മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഓർമ്മയിലേക്ക് വന്നത്. എറണാകുളത്ത് നിന്നും പാതിരാത്രി കയറി തിരുവനന്തപുരത്തെത്താൻ കുറച്ച് സമയമുള്ളപ്പോഴാണ് ലാലിൻ്റെ മടക്കം എന്നതാണ് രസകരമായ കാര്യം. മയ്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ലാല് പുറത്തേക്ക് തെറിച്ച് വീണത്. അപ്പോൾ ഏറിയാൽ ഒരു കുറച്ച് സമയം കൂടെ മതി, 1 മണിക്കൂർ പോലും വേണ്ട കഷ്ടിച്ച്. ലാല് വന്ന ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് തമ്പാനൂർ ടെർമിനലിൽ എത്തേണ്ടതായിരുന്നു. അതിന് മുന്നേ തന്നെ ലാല് പോയി. ട്രെയിൻ തമ്പാനൂർ ടെർമിനലിൽ എത്തിയപ്പോൾ ഇറങ്ങാൻ പോകുമ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന സംവിധായകൻ KK രാജീവ് തൻ്റെ തിരക്കഥാകൃത്ത് കൂടെ ഇല്ല, ഫോണും പെട്ടിയും മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അറിയുന്നത്. അക്കൗണ്ട്സ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ലാലിൻ്റെ അച്ഛാനിരുത്തൻ. അമ്മ ഇന്നലെ അധ്യാപികയായിരുന്നു. എൻ്റെ നല്ല മോൻ എന്നാണ് ലാലിനെ പറ്റി
അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബത്തിൽ വാത്സല്യഭാജനവും അഭിമാനവുമാണ് അവൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം മരിക്കുന്നവരെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. വഞ്ചനയും ചതിയും അറിയാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്ന ലാലിനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എന്നും പ്രിയങ്കരമായിരുന്നു. അവൻ എഴുത്തിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്കും അവൻ്റെ അമ്മയ്ക്കും വളരെ സന്തോഷം തോന്നിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജിയലാൽ ഒരു സിനിമയുടെയോ സീരിയലിൻ്റെ തിരക്കഥാകൃത്താകണം എന്നല്ല അദ്ദേഹം ആശിച്ചത്, ഒരു നല്ല കവിയാകണം എന്നാണ് അദ്ദേഹം ആശിച്ചത്. 1966 ഏപ്രിൽ 22 ലാൽ ജനിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലായിരുന്നു. മേടമാസത്തിൽ 10-ാം ഉദയത്തിൻ്റെ തലേ ദിവസം പകൽ സൂര്യൻ അത്യുച്ചത്തിലായിരിക്കുമ്പോൾ ജനിച്ചു. പ്രശസ്തനാകും എന്നാണ്, സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത് പോലെ തന്നെ പ്രശസ്തനാകുമെന്നാണ് ജാതകത്തിൽ എഴുതിയത്. എഴുതി പ്രശസ്തനാകണം, പക്ഷേ പണത്തിന് വേണ്ടി എഴുതരുതെന്ന് മകനെ അച്ഛൻ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. പഠിപ്പിച്ചു, അങ്ങനെ പഠിപ്പിച്ചു. പണമല്ല എല്ലാത്തിൻ്റെ അവസാനം, അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ പണമല്ല എന്ന് പഠിപ്പിച്ചു. 2003 ജൂലൈ 17 സ്വപ്നത്തിൻ്റെ ഷൂട്ടിങ്ങിനായി മട്ടാഞ്ചേരിയിലേക്ക് ടീമിനോടൊപ്പം പോയി. ജൂലൈ 22 സ്വപ്നത്തിൽ എന്ന പോലെ തന്നെ ആ മകൻ പോയി. ലാലിന് എന്താണ് സംഭവിച്ചതെന്ന് ട്രെയിനിൽ ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് അച്ഛൻ അനിരുദ്ധിനോട് പറഞ്ഞത്. ട്രെയിനിലെ മറ്റ് യാത്രക്കാരും അറിഞ്ഞില്ല, അറ്റൻഡർ അറിഞ്ഞില്ല, AC-യുടെ അറ്റൻഡർ ഉണ്ടാവില്ല, അയാളും അറിഞ്ഞില്ല, പോലീസുകാരും അറിഞ്ഞില്ല, TTRമാരും അറിഞ്ഞില്ല. പിന്നെ ആരറിഞ്ഞു എന്ന് ചോദിച്ചാൽ ലാല് മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് പറയാം. ഗുരുവായൂരപ്പൻ അറിഞ്ഞിരിക്കും എന്നാണ് ലാലിൻ്റെ അച്ഛൻ അനിരുദ്ധൻ പറയുന്നത്. അദ്ദേഹം വലിയൊരു ഗുരുവായൂർ ഭക്തനായിരുന്നു. മക്കളെ പ്രൊഫഷണൽ കോളേജുകളിൽ ചേർക്കാനായിട്ട് ഇവിടെ എല്ലാ അച്ഛനമ്മമാരും നെട്ടോട്ടമോടുമ്പോൾ എൻ്റെ മോൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചാൽ മതിയെന്ന് നിശ്ചയിച്ച ആളായിരുന്നു അനിരുദ്ധൻ. ജീവിതത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്ന് വിശ്വാസക്കാരനായിരുന്നു അദ്ദേഹം. ജീവിതം ആദ്യം പഠിക്കട്ടെ, പിന്നെ ജീവിതമാർഗം തിരഞ്ഞെടുക്കാം, അത് സ്വയം തിരഞ്ഞെടുക്കട്ടെ, ഇതായിരുന്നു അച്ഛൻ്റെ പോളിസി. നല്ല കയ്യക്ഷരത്തിൻ്റെ ഉടമയായിരുന്നു ജിയലാൽ. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ കോടാലി എന്ന പത്രം ലാല് സ്വന്തം കൈപ്പടയിൽ എഴുതി വരച്ച് ഉണ്ടാക്കിയതായിരുന്നു. ലാലിനെ കുറിച്ച് മിമിക്രി രംഗത്ത് ലാലിനെ കൊണ്ടുവന്ന എന്താ പറയുക, ലാലിന് മിമിക്രി ചെയ്യാനാകും എന്ന് തെളിയിച്ച ജോബിയുടെ സഹോദരിയുടെ വിവാഹം, നമ്മുടെ ജോബി, സിനിമാ നടൻ ജോബിയുടെ കൂട്ടുകാർക്ക് വീട്ടുകാരടിക്കുന്ന അല്ലാത്ത ഒരു കല്യാണ ലെറ്റർ, ഒരു കല്യാണ പത്രിക അടിക്കണമെന്ന് ഈ ജോബിക്ക് തോന്നി. ജോബി ലാലിനോട് പറഞ്ഞു, എടാ പുതുമയുള്ള ഒരു കല്യാണ ലെറ്റർ എനിക്ക് നീ ഒന്ന് ഡിസൈൻ ചെയ്ത് തരണം, നമുക്കൊരു 10-200 കല്യാണ ലെറ്റർ പ്രത്യേകം അടിക്കണം എൻ്റെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ എത്ര കത്ത് വേണ്ടി വരും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഒരു 10-200 കത്ത്. ലാല് ചെയ്ത പണി, ഒരു കൊയർ വെള്ള പേപ്പർ പ്രീമിയർ ഓഫീസ് എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞ ആയുർവേദ കോളേജിൻ്റെ ഉള്ള കടയിൽ ചെന്ന് വാങ്ങി അതിനെ കട്ട് ചെയ്തു. എന്നിട്ട് സ്വന്തം കൈപ്പടയിൽ ആ 200 കത്തുകളും കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി എന്നുള്ളതാണ്. കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കി 200 കത്തുകൾ. ഓരോ കത്തും അവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയതെന്ന് അറിയുമ്പോഴേ അവരുമായുള്ള ആത്മബന്ധം വർദ്ധിക്കൂ എന്നായിരുന്നു ലാലിൻ്റെ കാഴ്ചപ്പാട്. ചിട്ടവട്ടങ്ങളോടെ, എന്നോട് ജോബി പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് കൊതി വന്നു. ചിട്ടവട്ടങ്ങളോടെ സദ്യ ഉണ്ണുന്ന മറ്റൊരാളെ ലാലിനെ പോലെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ജോബി പറയുന്നത്. ഓരോ കറികളായി ചോറിൽ വിരകി പരുവം വരുത്തി കഴിക്കുന്നതായിരുന്നു ലാലിൻ്റെ ശീലം. ആ കറിയുടെ എല്ലാ സ്വാദും അനുഭവിക്കുക, പിന്നെ അടുത്ത കറി എടുക്കുക. അങ്ങനെ ഇലയിൽ എത്ര കറി വിളമ്പിയിരിക്കുന്നു ഓരോ കറി എടുത്ത് ചോറിൽ വിരവി പരുവാക്കി കഴിക്കുന്ന ശീലമായിരുന്നു. ലാലിനെ ഇങ്ങനെ ഉണ്ണാൻ പഠിപ്പിച്ചത് ലാലിൻ്റെ അപ്പൂപ്പനായിരുന്നു എന്നാണ് ലാല് ജോബിയോട് പറഞ്ഞത്. ഇങ്ങനെ വേണം ആസ്വദിച്ച് സദ്യ ഉണ്ണാൻ എന്ന് പഠിപ്പിച്ചത് അപ്പൂപ്പനായിരുന്നു. ഓരോരോ കറികൾ ആയിട്ടെടുത്ത് കുഴച്ച് ഒഴിച്ചു കറികൾ ആവശ്യത്തിന് ചേർത്ത് ലാല് കഴിക്കുന്നത് കണ്ട് കൊതി ഊറിയിരുന്നിട്ടുണ്ട് എന്നാണ് എന്നോട് ജോബി പറഞ്ഞത്. ലാലിന് ആദ്യമായി വിമാനത്തിൽ കയറ്റിയതടക്കം പ്രശസ്തമായ കലിക എന്ന് പറഞ്ഞ നോവൽ എഴുതിയ മോഹനചന്ദ്രൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ അടക്കം പരിചയപ്പെടുത്തി കൊടുത്തത് ജോബിയായിരുന്നു. ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതിലല്ല, മറിച്ച്
അദ്ദേഹവുമായുള്ള ബന്ധം നിലനിർത്തുന്നതിലാണ് കാര്യം എന്നാണ് ലാൽ പറയാറ്. വെറുതെ കുറേ പേരെ പരിചയപ്പെട്ടിട്ടും കാര്യമില്ല, പരിചയപ്പെടുന്നവരുമായുള്ള ബന്ധം എന്നും നിലനിർത്തണം, അതിലാണ് കാര്യം എന്നാണ് ലാൽ പറഞ്ഞിരുന്നത്. 11 വർഷത്തെ സ്നേഹത്തിന് ശേഷം 5 വർഷത്തെ ദാമ്പത്യ ജീവിതമേ ലാലുമായിട്ട് അജിതയ്ക്കുണ്ടായുള്ളൂ. ലാലും അജിതയും പരസ്പരം കണ്ടത് എന്നാണെന്നുള്ള ഓർമ്മ പോലും അജിതയ്ക്കൊരു സ്വപ്നമാണ്. 1998 ഫെബ്രുവരിയിൽ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് ജീവിതത്തിന് തുടക്കം കുറിച്ചു. കോട്ടയം റബ്ബർ ബോർഡിൽ ഉദ്യോഗസ്ഥയായിരുന്നു അജിത. നടക്കാത്ത സ്വപ്നങ്ങളൊന്നും അജിതയ്ക്കില്ലായിരുന്നു. മികച്ച തിരക്കഥയ്ക്ക് ഒരു അവാർഡ് ലാൽ നേടുന്നത് കാണണം എന്നത് മാത്രമായിരുന്നു അജിതയുടെ സ്വപ്നം. ലാൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടി, പക്ഷേ അത് ഏറ്റുവാങ്ങാൻ ലാലില്ലാതെ പോയി. അജിതയാണ് ലാലിൻ്റെ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് സ്റ്റേജിൽ കയറി വാങ്ങേണ്ടി വന്ന ഹതഭാഗ്യ. പുതുതായി എന്തെങ്കിലും എഴുതി തുടങ്ങും മുമ്പ് ലാലിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, അജിത പ്രാർത്ഥിക്കണം. അത് അമ്പലത്തിൽ പോയി. നീ പ്രാർത്ഥിച്ചാലേ ശരിയാകൂ എന്നായിരുന്നു ലാലിൻ്റെ വിശ്വാസം. സ്വപ്നത്തിന് ആ ഒരു കോംപ്ലിക്കേറ്റഡായ ഒരു സീൻ എറണാകുളത്ത് ഇരുന്ന് എത്ര എഴുതാൻ തുടങ്ങിയിട്ടും അത് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. ഒരു വൈകുന്നേരം ലാല് ഈ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ, മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഭാര്യയെ വിളിച്ചു, അജിതയെ വിളിച്ചു. ആറ്റുകാൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് അജിത മനമുരുകി പ്രാർത്ഥിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ട് എന്തായി എന്നറിയാൻ അജിത ലാലിനെ വിളിച്ചു. എഴുതിക്കൊണ്ടിരിക്കുന്നു, തീർത്തിട്ട് വിളിക്കാം എന്ന് ഉത്തരം പറഞ്ഞ് ഫോൺ വെച്ചു. ആ സീനായിരുന്നു സ്വപ്നത്തിനായി ലാൽ എഴുതിയ അവസാനത്തെ സീൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ലാൽ എഴുതിയ അവസാനത്തെ സീൻ. ജീവിതം തുടങ്ങിയ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ അവസാനം അജിത പ്രാർത്ഥിച്ചത് ഒരു നിമിത്തമായോ എന്നായിരുന്നു അജിതയുടെ ചിന്ത. ഇനി നീ ലാലിനായി എഴുതാൻ പ്രാർത്ഥിക്കേണ്ട എന്ന് ആറ്റുകാൽ അമ്മ നിശ്ചയിച്ചിട്ടുണ്ടാകുമോ എന്നാണ് അജിത ചോദിച്ചുകൊണ്ടേയിരുന്നത്. നീ വിഷമിക്കുന്നതും നിന്നെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നായിരുന്നു ലാൽ അവസാനമായി അജിതയോട് പറഞ്ഞ വാചകം. ഇത് നല്ല വാചകമല്ലേ? നീ വിഷമിക്കരുത്, ഞാൻ കാണുന്നില്ലല്ലോ എന്ന് കരുതിപ്പോലും നീ വിഷമിക്കരുത്. നിനക്ക് താങ്ങായി, തണലായി, തണുപ്പായി നിൻ്റെ മനസ്സിലും ശ്വാസത്തിലും ജീവനിലും ജന്മത്തിലുമൊക്കെ, ജീവിതത്തിലും ജന്മത്തിലുമൊക്കെ നിനക്ക് ഞാനുണ്ട് എന്ന് ലാല് പ്രേയസിയോട് പറയുമായിരുന്നു. നമുക്ക് നമ്മൾ മതി എന്നും ലാൽ ഓർമ്മിപ്പിച്ചിരുന്ന കാലമുണ്ട്. നനച്ചിരിക്കാതെയുള്ള ലാലിൻ്റെ വിടവാങ്ങലിന് ശേഷം ചെറുപ്രായത്തിൽ വിധവയാകേണ്ടി വന്ന അജിതയെ, ലാലിനെയും അജിതയെയും പരിചയമുള്ള ഒരാൾ പിന്നീട് ജീവിത സഖിയാക്കി. അതിൽ 2 കുഞ്ഞുങ്ങളായി. അജിത കോട്ടയത്ത് ഭർത്താവിനോടും 2 കുട്ടികളോടൊപ്പം ഇപ്പം ജീവിക്കുന്നു. ഏതെങ്കിലും ഹിറ്റടിച്ച സിനിമയുടെ കഥ ഒരു എപ്പിസോഡാക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഞാൻ GL ലാലിൻ്റെ മുഖം അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിയും. വെള്ളി നക്ഷത്രം സിനിമ വാരികയിൽ ലാൽ കൈകാര്യം ചെയ്ത ഒരു പന്തിയായിരുന്നു ഹിറ്റുകളുടെ കഥ. കുറച്ച് സിനിമകളുടെ പിറവിയുടെ കഥ ലാൽ മനോഹരമായി വെള്ളി നക്ഷത്രത്തിൽ കുറിച്ചിരുന്നു. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീന രഞ്ജിനി ആ പന്തി തുടർന്നു. അറം പറ്റുക എന്ന് പറയാറുണ്ട്. GL ലാലിൻ്റെ ജീവിതത്തിൽ അറം പറ്റിയതാകുമോ എന്ന് പലപ്പോഴും ലാലിനെ പറ്റി ചിന്തിക്കുമ്പോൾ തോന്നും. GL ലാൽ എന്ന തിരക്കഥാകൃത്ത് എഴുതിയ സിനിമാ തിരക്കഥയേക്കാൾ ഓർക്കുക, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ മാതൃഭൂമിയുടെ സ്വപ്നം പരമ്പരയാകും. സ്വപ്നം സീരിയലിൽ എഡ്വേർഡിൻ്റെ അധ്യാപകൻ ഒരു പിഷാരടി മാഷുണ്ട്. തൻ്റെ ശിഷ്യൻ്റെ തിരോധാനത്തിനെ പറ്റി എന്താ പറയുക, ഈ മാഷ് പറയുന്ന ഒരു സീനുണ്ട് സ്വപ്നത്തിൽ. ഒരു ട്രെയിൻ യാത്രയിലാണ് എഡ്വേർഡിനെ കാണാതെയാകുന്നത്. രാത്രി കൂകി വിളിച്ച് പായുന്ന ട്രെയിനിൽ സുഹൃത്തുക്കളുടെ മുന്നിൽ നിന്നും എഡ്വേർഡ് ടോയ്ലറ്റിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നില്ല. ട്രെയിനിൻ്റെ വാതിൽപ്പടിയിൽ നിന്നും മരണത്തിൻ്റെ കയത്തിലേക്ക് അയാളെ ഇരുട്ട് വലിച്ചെറിഞ്ഞിരിക്കാം. അനു മേനോനായിരുന്നു എഡ്വേർഡായത്.
സ്വപ്നത്തിലെ ബാലു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയാണ് അനൂപ് മേനോനെ നിശ്ചയിച്ചത്. നെഗറ്റീവ് ഷെയ്ഡുള്ള എഡ്വേർഡ് എനിക്ക് തരൂ എന്ന് അനൂപ് ചോദിച്ചു വാങ്ങിയതായിരുന്നു. ബാലു പിന്നെ സുരേഷ് കൃഷ്ണ ചെയ്തു. എഡ്വേർഡിനെ ഇരുട്ടിൻ്റെ മറവിൽ മരണം തട്ടിയെടുത്തതായിരിക്കണം. GL ലാലിൻ്റെ ജീവനും അറം പറ്റിയ പോലെ ട്രെയിനിൽ ഒളിച്ചിരുന്ന മരണം ഇരുട്ടിൻ്റെ മറവിൽ തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോയി. വീണ്ടും ഞാൻ പറയുന്നു, കലാകാര, ഇരുട്ടിലെ യാത്രയും കൂട്ടുകാരുമായുള്ള അമിത മദ്യപാനവും ദുരന്തങ്ങളല്ലാതെ ഒന്നും നിങ്ങൾക്ക് സമ്മാനിക്കില്ല എന്നാണ് എനിക്ക് വീണ്ടും 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 പറയാനുള്ളത്. നിങ്ങൾക്കങ്ങ് പോയാൽ മതി, ട്രെയിനിൻ്റെ മറവിൽ ഇങ്ങനെ കാറ്റടിച്ച് പറന്നങ്ങ് പോയാൽ മതി. നിങ്ങളെ സ്നേഹിച്ച, പ്രതീക്ഷിച്ച കുറേ മുഖങ്ങളുടെ തീരാ ദുഃഖം നിങ്ങൾക്ക് അറിയണ്ടല്ലോ അല്ലേ എന്നാണ് GL ലാലടക്കമുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളങ്ങ് പോയി, പക്ഷേ ജീവിതകാലം മുഴുവൻ യാത്ര പറയാതെ പോയ നിങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ച് എത്ര പേരാണ് ദുഃഖിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കറിയണ്ടല്ലോ. ഇനിയെങ്കിലും നമ്മുടെ കലാകാരന്മാർക്ക് കുറച്ച് ജീവിതത്തിൽ അച്ചടക്കം വരണേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഞാൻ തന്നെ എത്ര അകാല മരണങ്ങളെക്കുറിച്ച് എപ്പിസോഡ് ചെയ്തു ഇല്ലേ? മദ്യപാനം തകർത്ത് ജീവിതം കൊണ്ടുപോയ എത്ര പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ലാലേ, നീ മലയാള സിനിമയ്ക്ക് ഒരു അസറ്റായി മാറിയെന്നെ. ആ സ്വപ്നം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഓരോ എപ്പിസോഡും എന്നല്ല, ഓരോ സീനും കാണുമ്പോൾ നമ്മളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന രസകരമായ വിഷയങ്ങൾ സിനിമയാക്കി വിജയിപ്പിക്കാൻ, എഴുതി വിജയിപ്പിക്കാൻ കഴിയുമായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു ലാൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു 5 സെക്കൻഡ് മിഴിച്ച് നോക്കി നിന്നിട്ട് ട്യൂബ് ലൈറ്റ് കത്തുന്നത് പോലെ പൊട്ടിച്ചിരിക്കുന്ന ലാലിൻ്റെ മുഖം ഞാൻ ഈ ക്യാമറയുടെ മുന്നിലിരിക്കുമ്പോഴും ഓർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, എന്നെക്കാളും ഒരുപാട് ചെറുപ്പമാണ് ലാൽ, പ്രിയപ്പെട്ട അനുജന്, ആരോടും യാത്ര പറയാതെ പോയ GL ലാലിന് ആത്മാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.